വിദ്യാഭ്യാസ പ്രവർത്തകൻ AG ജോർജ് കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ AG ജോർജ്, ഇപ്പോൾ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നടപടി വരികയാണ്. ഈ തേവലക്കര സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നു. പക്ഷെ ഒരു ചോദ്യമുള്ളത്, മറ്റ് സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഈ അടുത്തിടയ്ക്ക് നമുക്കറിയുന്നതാണ്, ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി സ്കൂളിൽ ഒരു കെട്ടിടം തകർന്നു വീണൊരു സംഭവം ഉണ്ടാവുകയും പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ സർക്കാരിൻ്റെ സ്കൂളുകൾ കൂടി മെച്ചപ്പെടുത്തേണ്ട ആവശ്യം, അത് ഇനിയെങ്കിലും അതൊരു വളരെ പെട്ടെന്ന് തന്നെ നടത്തേണ്ട കാര്യങ്ങളല്ലേ? ഒരു സ്കൂളിൽ ഒരു തേവലക്കര മാത്രം ഏറ്റെടുത്തുകൊണ്ട് നന്നാക്കുക എന്നുള്ള തരത്തിലേക്കാണോ ഇനി സർക്കാർ പോകേണ്ടത്? ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയും. ഇതിപ്പോൾ ഈ ഒരു നടപടി തേവലക്കര സ്കൂളിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വലിയ ആവേശത്തോടുകൂടി എടുത്തത് ഒരു പൊതു സമൂഹത്തിന്റെയും അതുപോലെ തന്നെ ആ കൊച്ചു 13 വയസ്സുകാരന്റെ മരണത്തിന്റെയും അതിശക്തമായ വികാര പ്രകടനം, അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചതായ ഉയർത്തിവിട്ടതായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ ഭാഗമാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന പൊതുസമൂഹത്തെയും മാധ്യമങ്ങളെയൊക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി, സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു വലിയ ശ്രമമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഏതായാലും വൈകിയെങ്കിലും ഗവൺമെന്റ് ഈ ഒരു നടപടി എടുക്കാൻ അവർ നിർബന്ധിതരായെങ്കിലും ചെയ്തത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് തേവലക്കര സ്കൂളിൽ മാത്രമല്ല, കാർത്തികപ്പള്ളി സ്കൂളിൽ മാത്രമല്ല, വയനാട്ടിലെ ഒരു സ്കൂളിൽ ഓർക്കുന്നുണ്ടെന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഒരു കുട്ടി സ്കൂളിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നടക്കുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ നടക്കുന്ന ഭൗതിക സൗകര്യങ്ങൾ തകർന്നു കിടക്കുന്ന സ്കൂളുകൾ കേരളത്തിൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഇന്നുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതൊരു മുട്ടാത്തർക്കമാണ്. ഞാൻ ഈ വിഷയം തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തേവലക്കര കേസിൽ 5 പ്രതികളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ പ്രധാന അധ്യാപികയോ ആണ്. മൂന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത അവിടുത്തെ തദ്ദേശ സ്വയംഭരണ പഞ്ചായത്താണ്. നാലാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. അഞ്ചാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ സ്കൂളിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആ ഏരിയയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇത് ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നത് ഒരു മാനേജർക്കെതിരായിട്ടുള്ള ഒരു നടപടിയാണ്. ഹെഡ്മിസ്ട്രസിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തു ഇരിക്കട്ടെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്രയും ദിവസമായിട്ട് ഒരു ചെറുവിരലെങ്കിലും ഈ വൈദ്യുതി മന്ത്രി അനക്കിയിട്ടുണ്ടോ? അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ജീവനക്കാരുമല്ലേ ഇതിനകത്തെ പ്രതിപട്ടികയിൽ വളരെ പ്രധാന സ്ഥാനത്തുള്ളത്? ഇത്രയും വർഷങ്ങളായി 8 വർഷമായി അവിടെ പണി കഴിച്ച ഒരു തകര ഷെഡിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ അവിടെ അപകടകരമാണെന്ന് ബോധ്യമായി അവരെന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അവരെന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഓഫീസില്? അവിടെ ഫാനിന്റെ കീഴിലിരുന്ന് കടലാസ് ഒപ്പിട്ട് കൊടുക്കാനാണോ അസിസ്റ്റന്റ് എഞ്ചിനീയർ? ആ ദിവസം സസ്പെൻഡ് ചെയ്യണം അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ജീവനക്കാരെയും. അവർക്ക് പരാതി കിട്ടിയില്ല എന്ന ന്യായം ശരിയല്ല. അപകടകരമായ ഇലക്ട്രിസിറ്റി ലൈനുകൾ എവിടെയൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് സ്വയം നടപടിയെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ആ സെക്ഷനിലെ ജീവനക്കാർ എന്നുള്ളത് മനസ്സിലാക്കണം. എന്തേ വൈദ്യുത മന്ത്രി വാ തുറക്കുന്നില്ലല്ലോ? അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും 10 മാസം കൂടെ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും മന്ത്രി കസേരയിൽ ഒട്ടിയിരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോഴും നടപടിയെടുത്തിട്ടില്ല. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. വലിയ വിപ്ലവ വീര്യമുള്ള ശ്രീമാൻ MP രാജേഷ് ആയിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി. എന്താണ് ആ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ സ്ഥാപനത്തിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് അന്വേഷിക്കാൻ എന്താ നടപടിയെടുക്കാത്തത്? അപ്പോൾ അവിടെയും ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കാതെ ഈ കെട്ടിടം ഫിറ്റ് ആണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള് ഇതിനകത്തെ 5 പ്രതികളിൽ ഒന്നാണ്. ഇപ്പോൾ ഈ മാനേജർക്കെതിരായി നടപടിയെടുത്തു. മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം അയാളുടെ സ്വന്തം സ്കൂളല്ല. അയാളെ പാർട്ടി നിയോഗിച്ചതനുസരിച്ച് ലോക്കൽ കമ്മിറ്റിയുടെ ഒരാളെന്ന രീതിയിൽ അയാൾ മാനേജരായിരിക്കുന്നു. അല്ലാതെ അയാൾക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ഞാൻ ഒരു നാടൻ വാക്കുകൾ ഉപയോഗിക്കട്ടെ, ഉഡായിപ്പ് പരിപാടികൾ കൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല. ഇത് ചോദിച്ചതുപോലെ കേരളത്തിൽ ഇതുപോലെ 100 കണക്കിന് സ്കൂളുകളുണ്ട്. പിന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി നാഴികയ്ക്ക് 4 വട്ടം പറയുന്നല്ലോ 14,000 സ്കൂളുകൾ ഈ കേരളത്തിലുണ്ട്. അതെല്ലാം മന്ത്രിക്കോ വിദ്യാഭ്യാസ ഡയറക്ടറോ പോയി പരിശോധിക്കാൻ പറ്റുമെന്ന്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരുണ്ട്, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറുണ്ട്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറുണ്ട്, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുണ്ട്.
ഇവരുടെയൊക്കെ ജോലി എന്താണെന്നുള്ളതുകൂടെ വിദ്യാഭ്യാസ മന്ത്രി പറയാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഈ തേവലക്കര പള്ളിക്കൂടത്തിന്റെ മാനേജ്മെന്റ് ഞങ്ങൾ എടുത്ത് എല്ലാം അങ്ങ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. വെറുതെ ഉള്ള രീതിയിലുള്ള കള്ളപ്രചരണങ്ങളാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളും കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നിപ്പോകുന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഓർമ്മയുണ്ടെന്നാണ് എന്റെ വിചാരം. അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഈ പാവപ്പെട്ട ആദിവാസികളുമൊക്കെ പാലക്കാട്, അതുപോലെ വയനാട്, അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിലുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള സ്കൂളുകളുടെയൊക്കെ സ്ഥിതി പോയി നോക്കണം. പാമ്പ് കയറുന്ന സ്കൂളുകളുണ്ട്. എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് അറിയാൻ പാടില്ലാതെ ഇപ്പോഴും കെട്ടിടങ്ങൾ നിൽക്കുന്നുണ്ട്. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോഴാണല്ലോ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. അപ്പോൾ ഇതിനെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എവിടെയെങ്കിലും കുട്ടികൾ മരിച്ചു വീണാൽ മാത്രമേ ഈ സർക്കാർ ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാണെങ്കിൽ ഇതൊരു ആരാചാരന്മാരുടെ മനോഭാവമുള്ള ഒരു സർക്കാരാണെന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താനായി ആവുകയില്ല. അതുകൊണ്ട് സമയബന്ധിതമായി കേരളത്തിലെ സകല സ്കൂളുകളും പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരെ വിട്ട് പരിശോധിപ്പിക്കുകയും അപകട നിലയിലുള്ള സ്കൂളുകൾ അടിയന്തരമായി പൊളിച്ചു കളയേണ്ടതാണെങ്കിൽ പൊളിച്ചു കളയുകയും ഇതുപോലെ മറ്റെന്തെങ്കിലും അപകട സാധ്യതയുണ്ടെങ്കിൽ അതിന് പരിഹാരക്രിയയും ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകുന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ എടുത്ത നടപടിയിൽ ആത്മാർത്ഥതയുണ്ടെന്ന് വിശ്വസിക്കാനായി സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതുപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തേവലക്കര സ്കൂളിൽ ഞങ്ങൾ ഇടപെട്ടു എന്ന് പാർട്ടി ചാനലിലൂടെ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞതുകൊണ്ടൊന്നും പ്രശ്നം തീരത്തില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർത്തികപ്പള്ളിയിലും വയനാട്ടിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും സംഭവിക്കാതിരിക്കണമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി കേരളത്തിലുള്ള സകല സർക്കാർ സ്കൂളുകളും അതുപോലെ തന്നെ സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളും പരിശോധിക്കാൻ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് 24 മണിക്കൂറിനകം ഉത്തരവ് പുറപ്പെടുവിക്കുമെങ്കിൽ ഈ മന്ത്രി എടുത്ത നടപടിയുടെ ആത്മാർത്ഥതയെ നമ്മൾ അംഗീകരിക്കുമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഒരു ജീവൻ നഷ്ടമാകണം ഇത്തരത്തിൽ സർക്കാരിന്റെ കണ്ണെത്തണമെങ്കിൽ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വളരെ നന്ദി ശ്രീ AG ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.